ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ഗ്രേപ്സ് ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഞാൻ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഗ്രേപ്സ് ഇങ്ങനെ വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് 2-3 വെള്ളത്തിൽ ഗ്രേപ്സ് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഗ്രേപ്സ് ഇന്ന് വേവിച്ച ശേഷമാണ് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യേണ്ടുള്ള ആവശ്യമില്ല. വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കാം. ഗ്രേപ്സിൻ്റെ ആ പുറന്തിലേക്കൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗ്രേപ്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് ആ പുറന്തൊലി മാറ്റിയിട്ട് കുറച്ചിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. നല്ല വേവിച്ച് തണുത്ത ശേഷം ഒരു അരിപ്പ പാത്രം ഉപയോഗിച്ച് ഇതുപോലെ അരിച്ചു കൊടുക്കാം. ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ 6-7 ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ ജ്യൂസും എടുക്കുന്നില്ല, ബാലൻസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഞാനിവിടെ ഒരു ജാറിലേക്ക് ഐസ് ക്യൂബ്സ്, നേരത്തെ പുറംതള്ളി കളഞ്ഞു വെച്ചിരുന്ന ഗ്രേപ്സ്, കസ്കസ് എന്നീ ചേർത്ത് ജ്യൂസും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രേപ്സ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ.